മഴ ഇഷ്ടപ്പെടുന്നവരും മഴക്കാലത്ത് അടിപൊളിയാക്കാൻ വേണ്ടി വരുന്നവരും വരും. ശരിക്കും ഇത് മഴക്കാലത്താണ് കാണേണ്ടത്. അതല്ല, വെള്ളക്കാരെ കാണുന്ന മഴക്കാലത്ത് ശക്തമായ മഴയത്തും തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാൻ. ആഹാ, എന്താ വൈദ്യ എജ്ജാതി വരവാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. പ്ലീസ് ഒന്ന് മാറൂ, അപ്പുറത്തേക്ക് പോട്ടെ. വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വരാറുണ്ട് കോട്ടയത്ത്. അത് മഴക്കാലത്ത് നമ്മൾ ഒന്നിനുള്ള ബുദ്ധിമുട്ട് എന്താണ്? മഴക്കാലത്ത് വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ നല്ല കാലാവസ്ഥയായിരിക്കും. ഇപ്പം മഴയില്ലല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ വെയിലും നട്ടമൊക്കെ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് കാടിനുള്ളിൽ നല്ല മഴ പെയ്യും. വനത്തിനുള്ളിൽ മഴ പെയ്തിട്ട് ആ വെള്ളം എല്ലാവരും കൂടി വരും. വന്നു കഴിയുമ്പോൾ നമുക്ക് അത് നമ്മളൊക്കെ അറിയാം. വരുന്ന നമുക്ക് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നവർക്കറിയാം, അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് അറിയത്തില്ല അതിനെപ്പറ്റി. ഒരു ചെറിയ പറക്കുകളൊക്കെ ആയിട്ട് വരും കരിയിലേക്ക് ആയിട്ട്, അത് ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്നാ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് കയറി പോരാൻ പറ്റുകയില്ല. വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോവും. അത് കാരണമാണ് മഴക്കാലത്ത് വെള്ളക്കാർക്ക് ഇറക്കുകയില്ല തന്നെ മെയിൻ കാരണം. തുടർച്ചയായ മഴയിൽ തുഷാരഗിരി ആകെ ജലസമൃദ്ധമാണ്. ഇവിടേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. നല്ല റോഡുകളാണ്. ഇതാണ് കാർ പാർക്കിംഗ്. കോഴിക്കോട് സിറ്റിയിൽ നിന്നും 50-60 കിലോമീറ്റർ ദൂരം കാണും ഇവിടേക്ക്. മലപ്പുറം ഭാഗത്തു നിന്നും വരുന്നവർക്ക് മുക്കം, തിരുവമ്പാടി, മുറമ്പാത്തി വഴി കോഴഞ്ചേരി എത്തിയാൽ അവിടെ നിന്നും തുഷാരഗിരിയിൽ എളുപ്പം എത്തിച്ചേരാം. റൂം സൗകര്യങ്ങൾ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ. പ്രായമുള്ളവർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും എളുപ്പം നടന്നെത്താവുന്ന ദൂരമേ തുഷാരഗിരിയിലെ വെള്ളച്ചാട്ടത്തിലേക്കുള്ളൂ. ഇതാണ് പ്രവേശന കവാടം. ഇത് കണ്ടോ, നല്ല രാജപാട, സൈഡിലിരിക്കാൻ ബെഞ്ചുകൾ, ക്ഷീണം മാറ്റി പ്രകൃതിയുടെ ഭംഗി കൊണ്ട് സുഖമായി നമുക്ക് ഇവിടുത്തെ വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് മുമ്പോട്ട് പോകാം. 40 രൂപയേ ഉള്ളൂ ഒരാൾക്ക്, കുട്ടികൾക്ക് 20 രൂപയും. ഇത് ചെറുത്, വലിയ വെള്ളച്ചാട്ടം അപ്പുറത്താണ്. കുളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് കുളിക്കാം. ഈ സമയത്ത് അപ്പുറത്തുള്ള ആ വലിയ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ അനുവദിക്കുകയില്ല. അതിൻ്റെ തൊട്ടടുത്തേക്ക് കടക്കാൻ തന്നെ സമ്മതിക്കില്ല. അത്ര കണ്ട് വെള്ളമല്ലേ ഇങ്ങനെ കുതിച്ചൊഴുകി പതഞ്ഞിങ്ങനെ വീഴുന്നത്. വെള്ളച്ചാട്ടത്തിന്റെ ആ ഭംഗിയും രൗദ്രവും കാണണമെങ്കിൽ മഴക്കാലത്ത് തന്നെ പോകണം. ഉണ്ട്. ഇതൊരു സംഭവമാണ്, ഫേമസ് ആണ്. നമുക്കതൊന്ന് കാണാൻ പോകാം. നല്ല അടിപൊളി റോഡൊക്കെ ഇങ്ങനെ നടന്നു പോകാൻ. ഇവിടെ കാമുകയോ കൂട്ടുകാരോ നമുക്കിഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ആഹ്ലാദിച്ച് നടക്കാൻ പറ്റില്ല. എന്താ കാഴ്ച! ഇവിടെ നമ്മുടെ പ്രദേശത്തൊക്കെ വന്യമൃഗങ്ങൾ വരാറുണ്ടോ? ഏതൊക്കെ വരാറ്? ഒരു വെള്ളമൊക്കെ ഉൾക്കാടുകളിൽ വെള്ളത്തിന് തീറ്റയ്ക്ക് ക്ഷാമം വരും. അവരൊന്നും ഈ പുറത്തോട്ട് വരും. പുറത്ത് നമ്മുടെ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയൊക്കെ പോകുന്നു. അവിടെ വന്നിട്ടുണ്ട്. ഞാനൊന്ന് ഇവിടെ വന്ന് വെള്ളം കുടിച്ച് അവരിങ്ങനെ ഇവിടെയൊക്കെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കയറി പോകും. എന്നിട്ട് കുറേ കഴിയുമ്പോൾ പിന്നെയും വരും. അങ്ങനെ ഇവിടെ ഈ വെള്ളത്തിന് ക്ഷാമം, തീറ്റയ്ക്ക് ക്ഷാമം വേനലാകുമ്പോഴേ പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇവിടെ ഇന്നൊക്കെ വന്നിട്ട് പോകും. കൃഷി ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേറൊരു സ്ഥലമുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ വീരപ്പാറപ്പെട്ട സ്ഥലം തന്നെയാണിത്. ദൂരോട്ട് പാറ, അങ്ങനെ ചിപ്പിലിത്തോട്,
ആ ഭാഗത്ത് ആ ഭാഗത്തൊക്കെ ഇങ്ങനെ പോകും. ഇവിടെയും വരും. ഇവിടെ അങ്ങനെ വിഷയമല്ല, വനമല്ലേ. കാട്ടുപന്നി ശല്യം ഉണ്ടോ? കാട്ടുപന്നികളൊക്കെ ഇപ്പൊ നാട്ടുപ്രദേശത്താണ്. അതിലേക്ക് ഈ റബ്ബർ തോട്ടമൊക്കെ ഉള്ള കാരണം ഈ റബ്ബർ തോട്ടത്തിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ചെറിയ പാറയുടെ ഇടുക്കുകളും അങ്ങനെയൊക്കെയുള്ള ആ പ്രദേശത്ത് അവർക്ക് തീറ്റ കൂടുതൽ കിട്ടും, വേസ്റ്റൊക്കെ കിട്ടും. നല്ല മൃഗങ്ങൾ അതിൻ്റെ മെയിൻ പ്രശ്നം അതാണ്. കാട്ടിൽ ഇങ്ങനെ ഇപ്പോൾ കാട്ടുപന്നികളൊക്കെ കുറവാണ്. ഈ നാട്ടിൻ പ്രദേശത്തിലൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. മറ്റുള്ള മൃഗങ്ങളൊക്കെ അവിടെ ഉണ്ട്, എല്ലാവിധ മൃഗങ്ങളുണ്ട്. ഇതൊക്കെ രണ്ട് മൂന്ന് ജില്ലയുടെ കാട് ഒന്നിച്ചാണ് കിടക്കുന്നത്. വയനാട്, മലപ്പുറം, കോഴിക്കോട്. അതിന് നേരെ മലപ്പുറം ജില്ലയാണ്. കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇടയ്ക്ക് വന്നിട്ട് പോയി കഴിഞ്ഞാൽ വയനാട്. അങ്ങനെ മൃഗങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യും. അവിടെ റേഞ്ച് കിട്ടൂലേ? അതെയോ? ഇവിടെ റേഞ്ച് ഒക്കെ ഉണ്ടോ? ജിയോ റേഞ്ച് ഉണ്ടാകും. ഈ മരമാണ് താന്നി മുത്തശ്ശി കൊടുകൂറ്റൻ മരം. നിങ്ങളെ പേരെങ്ങനെ? എന്റെ പേര് സണ്ണി. എവിടെ തന്നെ താമസം? കുറെ കാലയോ? ഞാനൊരു 18 വർഷക്കാലം. ഇവിടെ മഴക്കാലത്ത് ആൾക്കാർ നന്നായി വരുന്നുണ്ടോ? മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ മഴ ഇഷ്ടപ്പെടുന്നവരും മഴക്കാലത്ത് അടിപൊളിയാക്കാൻ വേണ്ടി വരുന്നവരും വരും. ശരിക്കും ഇത് മഴക്കാലത്താണ് കാണേണ്ടത്. അതല്ല, വെള്ളക്കാലം കാണുന്ന മഴക്കാലത്ത്. ഈ പാലത്തിന്റെ തൊട്ടടുത്താണ് നമ്മുടെ തുഷാരഗിരി വാട്ടർഫാളിലേക്ക് പോകുന്ന വഴി. ഈ ബോർഡ് കണ്ടാൽ നമുക്കിവിടെ വണ്ടി നിർത്തി നേരെ ഈ വലത്തോട്ട് ആ റോഡിൽ നിന്ന് കയറിയാൽ തുഷാരഗിരി വാട്ടർഫാളിലേക്ക് എത്തിച്ചേരാം. പോകുന്ന വഴിക്കെല്ലാം അതിമനോഹരങ്ങളായ അരുവികളും മലകളും വീടുകളും അതിനേക്കാളുപരി കൃഷി സ്ഥലങ്ങളും കണ്ട് മനം നിറയെ ആസ്വദിച്ചുകൊണ്ട് ഒരു അടിപൊളി യാത്ര ചെയ്യാം.